മാത്സ് എക്സാമിന് നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം. മക്കളെ, നിങ്ങൾ നോക്കി വെച്ചോ, എഴുതി വെച്ചോളൂ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കും. അതായത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം കാണാനുള്ള ഒരു ചോദ്യം എന്തായാലും നമുക്ക് നാളെ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഒന്ന്, നിങ്ങൾക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ, അതായത് 2 × 2 × 2 × 2 ഇൻറ്റു 5 × 5 × 5 × 5. ഇവിടെ ആകെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സംഖ്യ കിട്ടും. അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ നോക്കുക, ഇവിടെ 2 ഉണ്ട് 5 ഉണ്ട് അല്ലേ? 2ഉം 5ഉം എന്താണ്? അഭാജ്യ സംഖ്യകളാണ് അല്ലേ? പ്രൈം നമ്പേഴ്സ് ആണ്. എന്തിനെയാണ് നമ്മൾ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ അല്ലെ? അഭാജ്യ സംഖ്യ. എന്തിനെയാണ് നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കുന്നത്? ആ സംഖ്യയും ഒന്നും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 2ഉം എന്താണ്? 2ഉം ഒരു അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ ആണ്. 5ഉം ഒരു പ്രൈം നമ്പർ ആണ്. ഇവിടെ 2 എത്ര എണ്ണം ഉണ്ട് നമുക്ക്? 2 1 2 3 4 ആണല്ലോ. 4 എണ്ണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മിസ് ഇവിടെ എണ്ണം കണ്ടെത്താൻ, ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ആദ്യം ചെയ്യുന്നത്, 2 എനിക്ക് 4 എണ്ണമുണ്ട്. അപ്പോൾ 4 പ്ലസ് 1 എന്ന് എഴുതും. 4 + 1 ഇൻറ്റു 5 എത്ര എണ്ണം ഉണ്ട്? 5 1 2 3 4 അല്ലെ? 5ഉം എനിക്ക് 4 എണ്ണമാണുള്ളത്. അപ്പോൾ 4 + 1. മിക്കപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിപ്പോകുന്ന ഒരു തെറ്റ് മിസ് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും ഓർമ്മയില്ലാതെ എന്തെഴുതും എന്നറിയോ? 2 + 1 എന്ന് എഴുതും, ഇൻറ്റു 5 + 1 എന്ന് എഴുതും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അതല്ലെങ്കിൽ 2 + 4 എന്ന് എഴുതും. അതായത് 2 എന്ന് പറയുന്ന സംഖ്യ 4 പ്രാവശ്യമുണ്ട്, 5 എന്ന് പറയുന്ന സംഖ്യ 4 പ്രാവശ്യമുണ്ട് എന്ന് എഴുതും. മക്കളെ, അത് തെറ്റാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ സംഖ്യയും, ഇവിടെ 2 എന്ന് പറയുന്ന സംഖ്യ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കുക. 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പം 4 + 1. ഇനി അടുത്ത സംഖ്യയിലേക്ക് നമുക്ക് പോകാം. 5 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്? 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും 4 + 1. ഇനി നമുക്ക് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 4 + 1 എന്ന് പറയുമ്പോൾ 5 ആണ്. 5 × 5. അപ്പോൾ ആകെ മൊത്തം 25 ഘടകങ്ങൾ. 25 ഘടകങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 25 ഫാക്ടേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇനി രണ്ടാമത് നമ്മളോട് ചോദിക്കുന്നത് 500ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 500. 500ന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? ആദ്യം അതിന് 500നെ ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ? അവിടെ നമ്മൾ ഘടകക്രിയ ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് 500നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുക? നമ്മൾ 500 എന്ന് എഴുതി സ്റ്റാർട്ട് ചെയ്യും അല്ലേ? 500 എന്ന് എഴുതി സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ കൊണ്ട് അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ്? 2 അല്ലേ? 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 5ൽ 2 പ്രാവശ്യം പോവും. ബാക്കി നമുക്ക് 1 ഉണ്ട്. ആ 1നെ ഞാൻ ഇവിടെ എഴുതി. ഇനി നിങ്ങൾ ഇതിനെ ഒരുമിച്ച് കൂട്ടി വായിക്കുക. 1ഉം 0ഉം 10. 10ൽ 2 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. പിന്നെ ഒരു 0 മാത്രമേ ഉള്ളൂ. ആ 0നെ ഞാൻ ഇറക്കിയിട്ടു. വീണ്ടും 250നെ 2 കൊണ്ട് ഹരിക്കുന്നു. 2ൽ 2 എത്ര പ്രാവശ്യം പോവും? 1. 5ൽ 2 എത്ര പ്രാവശ്യമാണ് പോവുക? 5ൽ 2 പ്രാവശ്യം പോവും. അപ്പോൾ 4. ബാലൻസ് നമുക്കൊരു 1 ഉണ്ട്. അത് ഞാൻ ഇതാ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്തായി? 10 ആയി. 10ൽ 2 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. ഇനി 125. 125ൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തുകൊണ്ടേ ഹരിക്കാൻ പറ്റുള്ളൂ? അടുത്തത് നോക്കുക, 5 കൊണ്ട് ഹരിക്കാം അല്ലേ? 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 5 കൊണ്ട് ഞാൻ ഹരിക്കുമ്പോൾ നമുക്ക് എന്താ വരിക? 1ൽ നമുക്ക് നോക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ 12 എടുക്കും. 12 എടുത്തു. 12ൽ 5 എത്ര പ്രാവശ്യം പോവും? 5 × 2 10. അപ്പോൾ 2.
12-ൽ നിന്ന് 10 പോയാൽ ബാലൻസ് 2 ഉണ്ട്. ആ 2 ഞാനിതാ ഇവിടെ ചെറുതായി മുകളിൽ എഴുതി കൊടുത്തു. അപ്പോൾ അവിടെ 25ആയി. 25-ൽ 5 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. ഇനി 25-നെ വീണ്ടും 5 കൊണ്ട് ഹരിക്കുന്നു. 5 × 5 ആണ് 25. വീണ്ടും നമ്മൾ 5-നെ ഹരിക്കുകയാണ്. 5-നെ നമുക്ക് 5 കൊണ്ടാണ് ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് 1 വരും. അപ്പോൾ 1 എത്തിക്കഴിഞ്ഞാൽ, അവസാനം 1 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും. ഇനി ഇവരെ നമുക്ക് നോക്കാം. ഇവിടെ 2 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 5 3 പ്രാവശ്യമുണ്ട് അല്ലേ? 5 3 പ്രാവശ്യമുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ 2 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യമുണ്ട്. പിന്നെയോ, പിന്നെ 5 എത്ര പ്രാവശ്യമുണ്ട്? 5 3 പ്രാവശ്യമാണ് ഉള്ളത് അല്ലേ? 2 പ്രാവശ്യവും 5 3 പ്രാവശ്യവുമാണ് ഉള്ളത്. എനിക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലേ? നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം. അപ്പോൾ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ എന്തായിരുന്നു ചെയ്യുന്നത്? 2 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ 2 + 1 ഇൻറ്റു 5 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പോൾ 3 + 1 എത്രയാണ് കിട്ടുക? അപ്പോൾ 2 + 1 3 ആണ്. ഇൻറ്റു 3 + 1 4. ആകെ 12 ഘടകങ്ങളായിരിക്കും 500-ന് ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു ചോദ്യം എന്തായാലും നമുക്ക് നാളത്തെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ചോദ്യം എന്തായാലും നാളത്തെ എക്സാമിന് ചോദിക്കും. അപ്പോൾ എൻ്റെ മക്കൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് വരുന്നുണ്ട്. എല്ലാവരും 7 മണിയാകുമ്പോൾ നമ്മുടെ ലൈവിലേക്ക് എത്തിക്കോളൂ. സെറ്റായിട്ട് മിസ് പഠിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് 7 മണിക്ക് കാണാം.